السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه برضا الله أما بعد. പ്രിയമുള്ളവരെ, അല്ലാഹു തആല ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങൾ എന്നിങ്ങനെ പലതരങ്ങളാണ്. അതിലെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുൽഹിജ്ജ മാസം കടന്നു വരുമ്പോൾ സത്യവിശ്വാസിയുടെ മനോനുകരങ്ങളിൽ സന്തോഷത്തിന്റെ പൂമൊട്ടുകൾ വിടരുന്നു. അതിലുപരി ഒരുപാട് ചരിത്ര സംഭവങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളും കൂടിയാണ് ദുൽഹിജ്ജയിൽ കടന്നു വരുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കർമ്മമാണ് ഉളുഹിയ്യത്ത് കർമ്മം. അതിന്റെ മഹത്വത്തെക്കുറിച്ചും പവിത്രതയെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദുൽഹിജ്ജ 10-ന്റെ സൂര്യോദയം മുതൽ 13-ന്റെ അസ്തമാനം വരെയുള്ള സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ബലിയറുക്കപ്പെടുന്ന മൃഗത്തിനാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ, ഹദീസ്, ഇജ്മാ എന്നീ പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട വലിയ പുണ്യകർമ്മമാണ് ഉളുഹിയ്യത്ത് കർമ്മം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രക്തമൊലിപ്പിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു കർമ്മവും ബലിപെരുന്നാളിൽ മനുഷ്യനില്ല. തീർച്ചയായും ബലിമൃഗം അതിന്റെ കൊമ്പുകളും കുളമ്പുകളുമായി ഖിയാമത്ത് നാളിൽ ആഗതമാകും. അതിന്റെ രക്തം ഭൂമിയിൽ പതിയുന്നതിന് മുമ്പേ അള്ളാഹുവിങ്കൽ ഉന്നതമായ ഒരു സ്ഥാനത്ത് ഒരിടത്ത് അത് സംഭവിച്ചിരിക്കുന്നതാണ്. അതിനാൽ ഉളുഹിയ്യത്ത് അറുത്തുകൊണ്ട് നിങ്ങൾ ശുദ്ധരായിരിക്കണം. അതുപോലെ ബലിമൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം. കാരണം അവ സിറാത്ത് പാലത്തിന്മേൽ നിങ്ങളുടെ വാഹനമാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദുൽഹിജ്ജ 9-നും 10-നും വലിയ പ്രതിഫലം ഉള്ളതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ 1 മുതൽ തന്നെ ഒരുപാട് സുന്നത്തുകളും സ്വാലിഹായ സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്ന അതിന് അനുയോജ്യമായ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഈ 10 ദിവസങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാ സൽക്കർമ്മങ്ങളും സമ്മേളിക്കുന്ന ദിവസങ്ങളാണ്. എല്ലാവിധ മഹത്വങ്ങളും അല്ലാഹു തആല നൽകുന്ന ദിവസങ്ങളാണ്. സുന്നത്തായ നോമ്പുകൾ കൽപ്പിക്കപ്പെട്ട ദിവസമാണ്. അതുപോലെ തന്നെ ഹജ്ജും ബലിപെരുന്നാളും ഉളുഹിയ്യത്തും എല്ലാം സംഗമിക്കുന്ന ഒരു സംഗമ ദിവസങ്ങളും കൂടിയാണ് ഈ പവിത്രമായ ദിനങ്ങളിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് മഹത്വമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും അത് സ്വഹാബികൾ ജീവിതത്തിൽ പകർത്തിയതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 1 മുതൽ 9 വരെ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ നോമ്പുകൾ പരിപൂർണമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ദുൽഹിജ്ജ 9 അറഫയുടെ ദിവസമാണ്. നാട്ടിലുള്ള ആളുകളൊക്കെ നോമ്പെടുക്കുകയും ശക്തമായ സുന്നത്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി അറഫ ഖാല യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത്, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ നിങ്ങൾക്ക് പൊറുക്കപ്പെടുകയും വരാനിരിക്കുന്ന വർഷത്തിലും നിങ്ങൾക്ക് അഫു ഉണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യൽ വളരെ സുന്നത്തുള്ളതാണ്. അതോടൊപ്പം തസ്ബീഹുകൾ, തഹ്ലീലുകൾ, തക്ബീറുകൾ, സ്വദഖകൾ ഇതെല്ലാം വർദ്ധിപ്പിക്കൽ വളരെ പുണ്യമേറിയ കർമ്മമാണ്. അതുപോലെ തന്നെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ മൃഗങ്ങളെ കാണുകയോ അതിന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലൽ വളരെ മഹത്വമുള്ളതും പുണ്യമുള്ള കർമ്മം കൂടിയാണ്. അതുപോലെ ഉളുഹിയ്യത്തിനെ നിയത്ത് വെച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 1 മുതൽ മൃഗത്തെ അറുക്കുന്നത് വരെ ശരീരത്തിലുള്ള മുടി, നഖം പോലെയുള്ള നമ്മുടെ അവയവങ്ങളിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യൽ കറാഹത്താണ്. ഉളുഹിയ്യത്തിന്റെ മൃഗങ്ങളെ നാം അറുക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് പാപങ്ങൾ അല്ലാഹു തആല കരിച്ചു കളയുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തപ്പെടണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ശരീരത്തിലെ ഒരു ഭാഗവും നാം വേസ്റ്റാക്കി കളയരുത് എന്ന് പറഞ്ഞതിന്റെ
ഇതിലെല്ലാം നാം വളർത്തുന്ന മൃഗങ്ങളാണ് അനുവദനീയമായിട്ടുള്ളത്. കാട്ടുമൃഗങ്ങൾ ഒരിക്കലും അനുവദനീയമല്ല. ആടുവർഗത്തിൽ നെയ്യാടും കോലാടും നമുക്ക് ഉദ്ഹിയ്യത്തിന് പറ്റുന്നതാണ്. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് തികയണം. ആടുകളാണെങ്കിൽ, പശുവാണെങ്കിൽ 2 വയസ്സ് തികയുകയും വേണം. ഒരു മൃഗത്തെ 7 ആളുകൾ അറുക്കുമ്പോൾ ഓരോരുത്തർക്കും വേണ്ടി എല്ലാവരും ഒരാളെ നിയ്യത്ത് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാവുന്നതാണ്. എന്നാൽ ഓരോരുത്തരും പ്രത്യേകം നിയ്യത്ത് ചെയ്യലാണ് അതിന്റെ ശരിയായ രീതി. ബർക്കത്തിന് വേണ്ടി അല്പം മാംസം നാം എടുത്ത് ബാക്കിയുള്ളത് മുഴുവനും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്. ആ ഉദ്ഹിയ്യത്തിന്റെ മാംസം വേവിക്കാതെ പച്ചയായ രീതിയിൽ കൊടുക്കലാണ് ഏറ്റവും വലിയ ഉത്തമം. ഉദ്ഹിയ്യത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ വൽ ഫജ്ർ സൂറത്തിലൂടെ അല്ലാഹു തആല അതിനെ ഉണർത്തിയിട്ടുണ്ട്. വൽ ഫജ്രി വലയാലിൻ അശർ വശഫഇ വൽ വത്ർ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ പൊരുളുകൾ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ടും ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രതയെക്കുറിച്ചുമാണ് അതിൽ സൂചിപ്പിക്കുന്നത് എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നാം ഉദ്ഹിയ്യത്തിന് വേണ്ടി തയ്യാറാക്കിയ മൃഗം പെരുന്നാൾ സൂര്യൻ ഉദിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരവും ഖുതുബയും കഴിഞ്ഞ് ദുൽഹിജ്ജ 13 മഗ്‌രിബ് വരെ ഉദ്ഹിയ്യത്ത് അറുക്കാനുള്ള അവസരമുണ്ട്. ഉദ്ഹിയ്യത്തിന്റെ മാംസം ഒരിക്കലും അമുസ്ലിമീങ്ങളായ ഒരാൾക്കും നൽകാൻ പാടില്ല. നമ്മോട് എത്ര സൗഹൃദം പുലർത്തുന്നവരാണെങ്കിലും അയൽപക്ക ബന്ധങ്ങളിലുള്ളവരാണെങ്കിലും ഒരിക്കലും അവർക്ക് നൽകരുത് എന്നാണ് ശറഅ് കൽപ്പിക്കുന്നത്. എന്നാൽ അവരെ ചേർത്ത് പിടിക്കൽ അത്യാവശ്യമാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി അല്പം അവർക്ക് കൊടുക്കാവുന്നതാണ്. കാരണം ഇത് ഇബാദത്തിന്റെ ഭാഗമാണ്. ഇബാദത്തിന്റെ വിഷയങ്ങളിൽ പലപ്പോഴും മറ്റു മതങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുകയില്ല. അക്കീക്കത്തിന്റെ മാംസവും അതുപോലെ തന്നെയാണ്. അതും അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് നൽകാൻ പാടില്ല. പുരുഷന്മാർ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് പോലെ സ്ത്രീകൾക്കും ഉദ്ഹിയ്യത്ത് അറുക്കൽ മുഅക്കദായ സുന്നത്താണ്. 7 ഓഹരിയാക്കുമ്പോൾ അതിലൊരു ഓഹരി അവർക്കും സ്വീകരിക്കാവുന്നതാണ്. പുരുഷനോ സ്ത്രീയോ എന്നുള്ളത് ഉദ്ഹിയ്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ ഗൾഫിലുള്ളവർക്ക്, വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക്, മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് വക്കാലത്തേൽപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഉദ്ഹിയ്യത്ത് പുണ്യമാക്കപ്പെട്ട മറ്റു സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ടും വക്കാലത്താക്കാവുന്നതാണ്. പക്ഷേ ഒരു ഷർത്തുണ്ട്. വക്കാലത്താക്കി ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നാട്ടിലും അതുപോലെ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സ്ഥലത്തും ഉദ്ഹിയ്യത്തിന് അനുയോജ്യമായ സമയത്തായിരിക്കണം. അഥവാ 3 ദിവസമാണ് ഉദ്ഹിയ്യത്തിന് നിർണയിക്കപ്പെട്ട ദിവസം എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ആ ദിവസത്തിൽ ഉൾപ്പെട്ടതായിരിക്കണം 2 പേരുടെയും ടൈം എന്നുള്ളത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. തനിക്കും താൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമായവർക്കും പെരുന്നാളിന്റെ രാവിലും പകലിലും അവർക്ക് വേണ്ട ആവശ്യമായ ചെലവുകളെല്ലാം കഴിച്ച് മിച്ചമുള്ളതിൽ നിന്ന് അവൻ മുഅക്കദായ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കണമെന്നാണ് സത്യവിശ്വാസികളായ നമ്മോട് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. അതുപോലെ ഉദ്ഹിയ്യത്ത് കർമ്മം നടത്തിയ ആളുകൾക്ക് അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ പ്രത്യേക സുന്നത്തുണ്ട് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പലരും ചോദിക്കാറുള്ളതുപോലെ മരണപ്പെട്ടവർക്ക് നാം ഉദ്ഹിയ്യത്ത് അറുത്തു കഴിഞ്ഞാൽ അത് സ്വഹീഹാകുമോ? മഹാരഥന്മാർ പറയുന്നു, മരണപ്പെട്ടവർക്ക് ഉദ്ഹിയ്യത്ത് അറുക്കുകയാണെങ്കിൽ, അവരുടെ പേരിൽ ഉദ്ഹിയ്യത്ത് അറുക്കുകയാണെങ്കിൽ മരിക്കുന്നതിന്റെ മുമ്പ് അവർ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവർക്ക് ഉദ്ഹിയ്യത്ത് കർമ്മം നടത്തേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഉദ്ഹിയ്യത്ത് കർമ്മമായി അത് സ്വീകരിക്കുകയില്ല എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരു മൃഗത്തിന്റെ 7 ഓഹരിയിൽ നിന്ന് ഒരു ഓഹരി നമ്മുടെ ഉദ്ഹിയ്യത്തും മറ്റൊരു ഓഹരി 2ാമത്തെ ഓഹരി അഖീഖയുമായി കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അറുക്കാവുന്നതാണ്. അതല്ലാതെ ഒരേ ഓഹരിയിൽ തന്നെ അഖീഖത്തും ഉദ്ഹിയ്യത്തും അനുവദനീയമല്ല. രണ്ടിനും സെപ്പറേറ്റ് ഓഹരികൾ എടുത്തുകൊണ്ട് ഉദ്ഹിയ്യത്ത് കർമ്മം നടത്തുകയാണെങ്കിൽ അത് അനുവദനീയമാണെന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മഹല്ല് സംവിധാനങ്ങളിലൂടെ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നേർച്ചയുള്ള മൃഗങ്ങളുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് തന്നെ അറുക്കലാണ് ഏറ്റവും ഉത്തമം. കാരണം നേർച്ചയാക്കിയ ഉദ്ഹിയ്യത്തിന്റെ മാംസങ്ങൾ അത് സാധാരണക്കാർക്കോ അഹ്ലു ബൈത്തിനോ നൽകാൻ പാടില്ല. അത് മുഴുവനും അതിന്റെ അവകാശികൾ മുഴുവനും ഫക്കീറായ ആളുകളാണ്. അത് അവർക്ക് തന്നെ എത്തൽ നിർബന്ധമാണ്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അടുത്ത കാലങ്ങളിലായിട്ടാണ് മഹല്ല് സംവിധാനങ്ങളിലൂടെ ഉദ്ഹിയ്യത്ത് കർമ്മം നടന്നു വരുന്നത്. അതിനേക്കാൾ ഏറ്റവും ഉത്തമവും ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് ഫി മഷ്ഹദി അഹ്ലിഹിം, ഒരു ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച്, അവരുടെ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് 7 ആളുകൾ ചേർന്ന് അറുക്കുകയും അവരുടെ കുടുംബങ്ങളിലൊക്കെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന സംവിധാനമാണ് അതിന്റെ ഏറ്റവും ഉത്തമമായ രീതി. എന്നാൽ ആധുനിക കാലഘട്ടങ്ങളിലൊക്കെ സൗകര്യപ്രദമാവുന്ന രീതിയിൽ സംവിധാനം ചെയ്യുന്നത് കൊണ്ടും വിരോധമില്ല. ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഓഹരിയിൽ 7 പേരാണ് അടങ്ങേണ്ടത്.
മാക്സിമം 7 ആളുകൾ അതിൽ ഉൾക്കൊള്ളാം. അതിൽ കുറഞ്ഞ ആളുകൾക്കും ഉൾക്കൊള്ളാം. ഒരിക്കലും അതിൽ കൂടുതലാവാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ 14 ആളുകൾ ചേർന്ന് 2 പശുവിനെ വാങ്ങുകയാണെങ്കിൽ അത് സെപ്പറേറ്റായി 7 ആളുകൾക്ക് ഒരു പശുവിനെ നിർണയിച്ചു കൊടുക്കണം. മറ്റ് 7 ആളുകൾക്ക് ഇന്ന മൃഗമാണ് എന്ന് പറഞ്ഞ് നിശ്ചയിച്ചു കൊടുക്കണം. അല്ല എങ്കിൽ 14 പേര് ഒന്നിച്ച് ഷെയറാവുകയും 2 മൃഗത്തെ വാങ്ങി ഒന്നിച്ച് ഉളിയത്ത് അറുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരാളുടെ ഓഹരി 2 പശുവിലും മിക്സായി കടന്നു വരുന്നത് കൊണ്ട് ആ ഉളുഹിയത്ത് ഒരിക്കലും അനുവദനീയമാവുകയില്ല എന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം കൂടിയാണ്. അതുപോലെ തന്നെ ഉളിഹത്ത് അറുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള മൃഗത്തിന്റെ എല്ല്, കൊമ്പ്, തോല് പോലെയുള്ള വസ്തുക്കൾ അതൊരിക്കലും അത് വിറ്റുകൊണ്ട് അതിന്റെ ക്യാഷ് പള്ളിയിലേക്കോ അല്ലെങ്കിൽ മറ്റു പാവപ്പെട്ടവർക്കോ നൽകാൻ പാടില്ല. അതിന്റെ യഥാർത്ഥമായ രൂപം അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അവർക്ക് എത്തിച്ചു കൊടുത്തതിന് ശേഷം അവരുടെ സമ്മതപ്രകാരം അവർ തിരിച്ച് നമ്മോട് വിൽക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വിറ്റുകൊടുത്ത് കാശാക്കി കൊടുക്കാം. അതല്ലാതെ അവരുടെ സമ്മതമില്ലാതെ നമ്മൾ നേതൃത്വം നിന്നുകൊണ്ട് അതിനെ വിറ്റ് ക്യാഷ് മാത്രം പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതി ഒരിക്കലും അനുവദനീയമല്ല എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളിഹിയത്ത് കർമ്മത്തിന്റെ പ്രതിഫലങ്ങൾ പല സ്ഥലങ്ങളിലും സ്വഹാബാക്കൾക്ക് വിവരിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ ഉളിഹിയത്ത് മൃഗത്തിനെ വാങ്ങാൻ വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ അവൻ പോകുന്ന വഴിയിലെ ഓരോ ചവിട്ടടികൾക്കും 10 പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും, 10 നന്മകൾ അല്ലാഹു തആല രേഖപ്പെടുത്തും, 10 തിന്മകളെ അല്ലാഹു തആല അവനിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഗൗരവത്തെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മൻ കാന ലഹു സഅതൻ, ഒരാൾക്ക് ഉളിഹിയത്ത് അറുക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ കഴിവും അവൻ എത്തിച്ചേർന്നിട്ട് ഫലം യുളഹി, അവൻ ഉളിഹിയത്ത് അറുത്തിട്ടില്ല എങ്കിൽ ഫൽ യമുത് ഇൻഷാ യഹൂദിയൻ ഔ നസ്രാനിയൻ, അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയി മരണപ്പെട്ടു പോവട്ടെ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അതിനെ ഒരു നിരുത്സാഹ ബുദ്ധിയോടുകൂടി കണ്ട് അതിലേക്ക് മുന്നിട്ടിറങ്ങാതെ മാറി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ, നിരുത്സാഹത്തോടുകൂടി അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഒരുപാട് ഭവിഷ്യത്തുകൾ അതിലൂടെ വരാനുണ്ട് എന്നുകൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല, അദ്ദേഹം പറയുകയാണ്, ഇന്ന ദാവൂദ അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇലാഹി മാ സവാബു മൻ ദഹ മിൻ ഉമ്മത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഉളിഹിയത്ത് അറുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് പ്രതിഫലം എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, ഖാല സവാബു അൻ അഅതൈതുഹു മിൻ കുല്ലി ശഅരിഹി അലാ ജസദിഹി 10 ഹസനാത് വഅഫു അൻഹു 10 സയ്യിആത് വറഫഅ ലഹു 10 ദറജാത് ഫലഹു ബികുല്ലി ശഅരിഹി ഫിൽ ജന്നതി ജാരിയത്തുൻ മിനൽ ഹൂരിൽ ഈൻ. ശുദ്ധമായ ഹദീസിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഉളിഹിയത്ത് അറുക്കാൻ ഉദ്ദേശിച്ച മൃഗത്തിന്റെ രോമത്തിന്റെ എണ്ണം അനുസരിച്ചുകൊണ്ട് 10ഓളം പ്രതിഫലങ്ങൾ ആ മനുഷ്യന് അല്ലാഹു തആല നൽകും. അതുപോലെ തന്നെ 10 തിന്മകൾ ആ മനുഷ്യനിൽ നിന്ന് അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. അതോടൊപ്പം അവനറിയാത്ത ഭാഗത്തിലൂടെ 10 പദവികൾ അല്ലാഹു തആല അവന് ഉയർത്തി കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല മൃഗത്തിന്റെ ഓരോ രോമത്തിന്റെ എണ്ണം അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗ്ഗത്തിൽ ഹൂറുൽ ലീങ്ങളെ അവനെ കാത്തിരിക്കുന്നുണ്ട്, അവനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത്രത്തോളം മഹത്വവും പവിത്രതയും നിറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് ഉളിഹിയത്ത് കർമ്മം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി സാധിക്കുന്ന എല്ലാ സത്യവിശ്വാസികളും അതിൽ പങ്കെടുക്കുകയും ആ വലിയ പുണ്യങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ഇഹലോകത്ത് വെച്ചുകൊണ്ട് ചെയ്ത ഇതുപോലെയുള്ള പവിത്രമായ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം കൺകുളിർക്കെ കാണാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.